നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ന്യൂസ് അപ്ഡേറ്റ്. ഓപ്പറേഷൻ സിന്ദൂർ വെറും ഷോ ഓഫ് മാത്രമാണെന്ന് കോൺഗ്രസ് MLA. ഒന്നും നടന്നിട്ടില്ല. ഷോ ഓഫ് കാണിക്കാൻ 4 വിമാനം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്നു. പഹൽഗാമിൽ കൊല്ലപ്പെട്ട 20 മനുഷ്യർക്ക് പകരമാകുമോ അത്? കൊല്ലപ്പെട്ടവരുടെ വിധവകൾക്ക് നമ്മൾ ഇങ്ങനെയാണോ പരിഹാരം നൽകുക? ഇതാണോ അവരോടുള്ള ബഹുമാനം കാണിക്കേണ്ട രീതി? പഹൽഗാമിലെ ആക്രമണം നടത്തിയ തീവ്രവാദികൾ എവിടെ? ഓപ്പറേഷനിൽ 100 തീവ്രവാദികളെ കൊലപ്പെടുത്തിയെന്ന് സർക്കാരിന് സ്ഥിരീകരിക്കാനാകുമോ? നുഴഞ്ഞു കയറി വന്ന് ആക്രമണം നടത്തിയ ഭീകരർ ആരാണ്? എന്തുകൊണ്ടാണ് അതിർത്തിയിൽ സുരക്ഷ ഇല്ലാതിരുന്നത്? എങ്ങനെയാണ് തീവ്രവാദികൾ രക്ഷപ്പെട്ടത്? നമ്മൾ തീവ്രവാദത്തിന്റെ അടിവേരടക്കം പിഴുതെറിഞ്ഞ് അവരെ ഇല്ലാതാക്കണം. പഹൽഗാമിലേത് ഇന്റലിജൻസിന്റെ പരാജയമായിരുന്നു. പാകിസ്ഥാനിലെ ഏത് ഭീകരവാദ ക്യാമ്പുകളാണ് ഇന്ത്യ തകർത്തത്? പല ചാനലുകളും പലതാണ് പറയുന്നത്. ആരൊക്കെയാണ് മരിച്ചത്? ഇതിൽ ഔദ്യോഗിക സ്ഥിരീകരണം എവിടെ? എല്ലാത്തരം യുദ്ധത്തിനും ഞാൻ എതിരാണ്. ഇങ്ങനെയല്ല പരിഹാരം കാണേണ്ടത് എന്നാണ് മഞ്ജുനാഥ് MLA പറഞ്ഞത്. അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിന്റെ 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തുവെന്ന് 100 ഭീകരരെ കൊലപ്പെടുത്തിയെന്ന് സംയുക്ത വാർത്താ സമ്മേളനത്തിലൂടെ സേനാ തലവന്മാർ അറിയിച്ചിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി കാത്തിരിക്കുക. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.